പ്രൈസ് ദി ലോർഡ്. മലാഖി പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, അതിൻ്റെ ഒരു ഭാഗം. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരുന്നു. സ്മരണ പുസ്തകം, അതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. എ ബുക്ക് ഓഫ് റിമെമ്പറൻസ്. മലാഖി എന്ന വാക്കിൻ്റെ ആത്മീയ അർത്ഥം മൈ മെസ്സഞ്ചർ. ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് മലാഖി 3:16 കാണുന്ന സ്മരണ പുസ്തകം. ദൈവവചനത്തിലെ പുസ്തകം എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി മുതലുള്ളതാണ് പലരുടെയും മനസ്സിലെങ്കിലും അതല്ല. പ്രത്യേകമായി ചില പുസ്തകങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് സ്മരണ പുസ്തകം. ആവർത്തന പുസ്തകത്തെ ഒരു സ്മരണ പുസ്തകമായാണ് ആക്കി കണക്കാക്കുന്നു. കാരണം 40 വർഷത്തെ അലഞ്ഞു തിരിയലിൻ്റെ കഷ്ടതയും വേദനയും കൂടാതെ വാഗ്ദത്ത ഭൂമി കൈവശപ്പെടുത്തുവാൻ കടന്ന അവർണ്ണനീയമായ സാഹചര്യങ്ങളും ഇസ്രായേൽ മക്കൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും നന്മകളും എല്ലാം, ദൈവസാന്നിധ്യത്തിൻ്റെ കരുതൽ, ഇതെല്ലാം ആവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത മോശ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയ ശേഷം തൻ്റെ 120-ാം വയസ്സിൽ നടത്തിയ മനോഹരമായൊരു പ്രഭാഷണവും ഈ സ്മരണ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഓർമ്മ പുസ്തകത്തിലുണ്ട്. സാധാരണഗതിയിൽ ഒരു കാലാവധിയിൽ നടക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് എല്ലായിടത്തും രേഖപ്പെടുത്തി സൂക്ഷിച്ചു വയ്ക്കുന്നത്. നമ്മൾ ഔദ്യോഗിക കാലം, പഠനകാലം, ആശുപത്രിയിൽ പോയാൽ, ഒരു സഭയിലെ അംഗമായാൽ, അവിടെ ചെല്ലുമ്പം മുതൽ മരണം കഴിഞ്ഞ് വേർപെടുന്ന വരെയുള്ള വിവരങ്ങളെ അതിനകത്തുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പുറപ്പാട് 32:32 മോശ പറയുന്നൊരു വാക്കുണ്ട് ദൈവത്തോട്. നിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ഒരോർമ്മ പുസ്തകത്തിന് തുല്യമാണ്. സങ്കീർത്തനം 139:16 ശ്രദ്ധിച്ചാൽ കർത്താവിൻ്റെ ദൃഷ്ടി നമ്മെ സൂക്ഷിക്കുന്നത് എപ്പോഴെന്നും അതെല്ലാം തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്നും കാണാവുന്നതാണ്. മലാഖി 3:16 പ്രധാന സന്ദേശങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. യഹോവ ഭക്തന്മാർ തമ്മിൽ പറയും. യഹോവ ശ്രദ്ധയോടെ അത് കേൾക്കും. അതൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. ഒന്നാമത്തെ പോയിന്റ്, വിശ്വാസികളെ ശ്രദ്ധിക്കുന്ന ദൈവമാണ്. യഹോവ ഭക്തന്മാർ തമ്മിൽ പറയും. യഹോവ ഭക്തന്മാരുടെ സംഭാഷണം ശ്രദ്ധയോടെ കേൾക്കുകയും അവരോട് ചേർന്ന് നടക്കുന്നവനുമാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തെ നമുക്ക് ലൂക്കോസ് 24-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 32 വരെയുള്ള ഭാഗത്ത് കാണുവാൻ കഴിയും. യഹോവയുടെ ശ്രദ്ധ വിശ്വാസികളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മയുടെയും സംഭാഷണത്തിൻ്റെയും ആരാധനയുടെയും എല്ലാം ഒരു ഉന്നമനത്തിന് വേണ്ടി വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ഒരു പ്രാധാന്യം അതിന് കൊടുക്കണം. കാരണം നമ്മുടെ സംസാരവും നമ്മുടെ ആരാധനയും നമ്മുടെ ഉള്ളത്തെയും എല്ലാം അറിയുന്ന ഒരു കർത്താവിൻ്റെ മുമ്പിലാണ് നാം ഇരിക്കുന്നതെന്ന ചിന്ത നമ്മളുണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും ദൈവം ശ്രദ്ധിക്കുന്നുവെന്ന് ഓർക്കുക. രണ്ടാമത് മലാഖി 3:16 പറയുന്നത് ഒരു ദിവ്യരേഖയെക്കുറിച്ചാണ്. യഹോവ ഭക്തന്മാരുടെ സംസാരം ശ്രദ്ധ വെച്ച് കേൾക്കുന്ന കർത്താവ് അത് കേട്ട് മറക്കുകയല്ല ചെയ്യുന്നത്. അത് കേട്ടതിനെ രേഖപ്പെടുത്തി വയ്ക്കും. സ്മരണ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തുന്നു. നീ സങ്കടത്തോടെ പാടിയാലും സന്തോഷത്തോടെ ആരാധിച്ചാലും
ഇതെല്ലാം രേഖപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. ഈ ദിവ്യരേഖയിൽ എഴുതപ്പെട്ടാൽ മേൽക്കുമേൽ നാം ശക്തിപ്പെടും. മൂന്നാമതായി, നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. യഹോവ രേഖപ്പെടുത്തുന്ന പ്രധാന കാര്യം നീതിമാന്റെയും ദുഷ്ടൻ്റെയും പ്രവർത്തികളാണ്. ഇത് അവർ തമ്മിലുള്ള വേർതിരിവിന് സഹായിക്കുന്നു. നീതിമാനും ദുഷ്ടനും ചെയ്യുന്ന പ്രവർത്തികൾ ചെറുതായാലും വലുതായാലും യജമാനൻ്റെ കോടതിയിൽ ശിക്ഷയും രക്ഷയും നൽകുന്നു. വിശ്വാസിക്കത് ആശ്വാസമാണ്. അതേസമയം പൂർണ്ണമായ മാനസാന്തരത്തോടെ അപ്പൻ്റെ അടുക്കൽ വന്ന് പാപമേറ്റു പറയുന്ന മകനെ മാനിക്കുന്ന ദൈവവുമാണപ്പൻ. ലൂക്കോസ് 15:11 മുതൽ 23 വരെയുള്ള ഭാഗം വായിച്ചാൽ അറിയാം. പഴയ വഴിയിലെ മാലിന്യം മാറ്റി അവനെ കുളിപ്പിച്ചെടുക്കും. പഴയ വഴിയിൽ ധരിച്ച ഉടുപ്പ്, ചെരുപ്പ് എല്ലാം മാറ്റി പുതിയത് നൽകുന്നു. പുതിയത് നൽകിക്കഴിയുമ്പോൾ പഴയ വഴിയെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നവൻ്റെ പേര് നിശ്ചയമായിട്ടും അപ്പൻ ആ സ്മരണ പുസ്തകത്തിൽ രേഖപ്പെടുത്തും. അവൻ ദുഷ്ടതയിൽ നിന്ന് നീതിയിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ തെളിവും അവന് സന്തോഷിക്കാനൊരു കാരണവുമാകും. നാലാമതായി, സ്മരണ പുസ്തകത്തിൽ പേര് വന്നാൽ ദൈവിക സംരക്ഷണം ലഭിക്കും. നീതിമാനെ വേർതിരിക്കുന്ന ദൈവം അവരെ സംരക്ഷിക്കുന്നു. രക്ഷയുടെ തീമതിൽ അവർക്ക് ചുറ്റുമുണ്ടായിരിക്കും. സ്മരണ പുസ്തകത്തിൽ പേര് വരുന്ന ഒരു വ്യക്തിക്ക്, ഒരു നീതിമാന്, നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്. അഗ്നിമതിൽ നിൻ്റെ ഭവനത്തിന് ചുറ്റും നീ പോകുന്ന വഴിയിൽ എല്ലാം ഉണ്ടായിരിക്കും. അത് ഭേദിച്ച് ഒരു ദുഷ്ടനും നിന്നെ ഉപദ്രവിക്കാൻ ഒക്കുകയില്ല. ഒരു നടന്ന സംഭവം, ഒരു ദൈവദാസനും കുടുംബത്തിനും എതിരായി പ്രവർത്തിക്കുന്ന വിദ്രോഹി സംഘം അവരെ നിരന്തരം ഉപദ്രവിക്കുകയായിരുന്നു. തങ്ങളുടെ പ്രാർത്ഥനയും പ്രവർത്തനവും നിർത്തണമെന്നാവശ്യപ്പെട്ടിട്ടും അവർ നിർത്തിയില്ല. പീഡനം വർദ്ധിച്ചു. നിർത്താതെ ും കരം കോർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിച്ചു. അവർ ചോദിച്ചവരോട്, ഞങ്ങൾ കരം കോർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന്. അവരതിന് സമ്മതിച്ചു. ഉപദ്രവിക്കുവാൻ വന്നവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. അപ്പനും അമ്മയും മക്കളും കൂടെ കൈകോർത്ത് പിടിച്ച് തങ്ങളുടെ നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടിയും കണ്ണുനീരോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ വെടിവെക്കാൻ വന്നവരുടെ ഉള്ളിൽ മാറ്റമുണ്ടായി. പ്രാർത്ഥന കഴിഞ്ഞ് അവർ കണ്ണു തുറന്നപ്പോൾ ആരെയും അവിടെ കണ്ടില്ല. കുറേ നാളുകൾക്ക് ശേഷം അവരുടെ വേലസ്ഥലത്ത് ഒരു മനുഷ്യൻ വന്നു പറഞ്ഞത് അയാളും അവരെ കൊല്ലുവാൻ വന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ പൊതിഞ്ഞ് അഗ്നിജ്വാല കണ്ടപ്പോൾ അവർ ഭയന്ന് ഇറങ്ങി ഓടിയതാണെന്ന് പറഞ്ഞു. പിന്നീട് അവർ എല്ലാവരും ക്രിസ്തുവിനെ അറിയുകയും രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു. ദൈവപ്രവൃത്തിയിൽ ദൈവദാസനും കുടുംബവും സന്തോഷിച്ചു. ഇവരുടെ പേര് സ്മരണ പുസ്തകത്തിൽ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. പ്രിയരെ, നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മുടെ പേര് ആ സ്മരണ പുസ്തകത്തിലുണ്ടോ? ഇല്ലെങ്കിൽ സ്മരണ പുസ്തകത്തിൽ പേര് വരുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് തന്നെത്താൻ തീരുമാനിക്കുക. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഒന്നാമതായിട്ട്, നീ സ്മരണ പുസ്തകത്തിൽ പേര് വരണമെങ്കിൽ വിശ്വാസ ജീവിതം നയിക്കണം. രണ്ടാമത്, നിൻ്റെ പേര് ദിവ്യരേഖയിൽ വരുവാൻ തക്കവണ്ണം പ്രതികൂലത്തിലും പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നയാളായിരിക്കണം. മൂന്നാമത്, നീതിമാനായി ജീവിക്കുവാൻ ശ്രമിക്കുക. പഴയ വഴി ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ വരിക.
നാലാമതായി ദൈവിക സംരക്ഷണം നിനക്ക് ലഭിക്കുമെന്നതിൻ്റെ ഉറപ്പ് നിനക്ക് മനസ്സിൽ കാണുക. മലാഖി 3:17 യഹോവ പറയുന്നത് ശ്രദ്ധിക്കുക. വരുവാൻ പോകുന്ന ന്യായവിസ്താര ദിവസത്തിൽ അവർ എൻ്റെ പ്രത്യേക പ്രതിനിധിയായി കരുതി. ആരാ? ഈ സ്മരണ പുസ്തകത്തിൽ പേര് വന്നവർ. അവർ എൻ്റെ പ്രത്യേക നിധികളായി കരുതി ഞാൻ അവരെ ചേർത്ത് നിർത്തും. അതായത് അവർ ദൈവത്തിൻ്റെ പ്രത്യേക നിധികളായിരിക്കും. അടുത്തതായി ദൈവം തൻ്റെ ഓർമ്മക്കുറിപ്പിൻ്റെ അഥവാ സ്മരണ പുസ്തകം തുറക്കുമ്പോൾ അമാനുഷികമായ ചില വാതിലുകൾ തുറക്കുമെന്നുള്ളതൊരു സത്യമാണ്. അത് വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. സ്മരണ പുസ്തകത്തിൽ പേർ വരണമെങ്കിൽ നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. നിൻ്റെ ആവശ്യങ്ങളെ നീ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ അത് രേഖപ്പെടുത്തും. തമ്പുരാൻ്റെ സമയത്ത് തമ്പുരാൻ്റെ ഹിതമനുസരിച്ച് നിനക്ക് ആ വാതിൽ തുറന്നു കിട്ടും. വർഷങ്ങളായി സ്തംഭിച്ചു പോയ ചില കാര്യങ്ങൾ നിനക്കായി ദൈവം പ്രവർത്തിപ്പിക്കുന്നതായി കാണാം. നന്മയ്ക്കായി അത് മാറ്റപ്പെടും. ഇതിൻ്റെ തെളിവാണ് ഹന്നയുടെ ജീവിതം. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. ഹന്ന ദൈവാലയത്തിലെത്തി ദൈവവുമായി സംസാരിച്ചു, തൻ്റെ സങ്കടങ്ങൾ പങ്കുവച്ചു. അതിൻ്റെ ശേഷം അവളുടെ മുഖം വാടിയില്ല എന്ന് വചനം പറയുന്നു. കാരണം അവൾ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചു. യഹോവ അവളെ ഓർത്തു. സ്മരണ പുസ്തകത്തിൽ പേര് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവൾ വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അവളെ അനുഗ്രഹിക്കും. 1 ശമൂവേൽ 1:28 ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ സുഖദുഃഖ സമ്മിശ്രമായ വിവരങ്ങൾ അറിയുന്ന കേൾക്കുന്ന ദൈവം അതിൻ്റെ പരിഹാരം നൽകുന്നതിൻ്റെ തെളിവാണ് ഹന്നയുടെ ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രിയരെ, ആ സ്മരണ പുസ്തകത്തിൽ പേർ വരുന്ന യഹോഭക്തരായി നമുക്ക് മാറാം. ദൈവമക്കളുമായുള്ള കൂട്ടായ്മ ശക്തിപ്പെടുത്തുവാനും പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ആ സ്മരണ പുസ്തകത്തിൽ പേര് വരുവാൻ കാരണക്കാരാകുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്മരണ പുസ്തകം ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. ഭൂമിയിൽ പല സ്മരണ പുസ്തകങ്ങളുണ്ട്. ഭൂമിയിലെ ഇപ്പോഴത്തെ ആധുനിക സംവിധാനങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ക്ഷണികമാണ്. എന്നാൽ തമ്പുരാൻ നാം ഗർഭത്തിൽ ഉരുവാകും മുമ്പ് തന്നെ നമ്മളെ കണ്ടവൻ, നമ്മളെ അറിഞ്ഞവൻ, നമ്മുടെ സകല വിവരങ്ങളും ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയവൻ നമ്മെ കാണുന്നു, അറിയുന്നു എന്ന ചിന്തയോടുകൂടെ മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആ പുസ്തകത്തിൽ പേരില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കുക. ആ പഴയ വഴി ഞാൻ വിടുന്നു കർത്താവേ. പഴയ വഴിയിലെ മാലിന്യമുള്ള ചെരുപ്പിനി എനിക്ക് വേണ്ട. പഴയ വഴിയിൽ ഞാൻ അഴുകിയ നാറിയ വസ്ത്രം ധരിച്ചത് എനിക്കിനി വേണ്ട. പഴയ വഴിയിലെ ആഹാരം എനിക്ക് വേണ്ട. എൻ്റെ അപ്പൻ്റെ അടുക്കൽ ഞാൻ ചെന്ന്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു എന്ന് ഞാൻ സമ്മതിക്കും. ആ സമ്മതിക്കുന്ന നാഴികയിൽ തന്നെ നിൻ്റെ അപ്പൻ ആ സ്മരണ പുസ്തകത്തിൽ പേരെഴുതും. നീതിമാനും ദുഷ്ടനും തമ്മിൽ വേർതിരിക്കുന്ന കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും പ്രവൃത്തിയും നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവർക്ക് പോലും മാറ്റം വരുത്തുന്നതാകുവാൻ തക്കവണ്ണം ദൈവം ഇടപെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. എത്രത്തോളം നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമോ അത്രത്തോളം പ്രവർത്തിക്കുക. പ്രതികൂലത്തെ കണ്ട് ഭയപ്പെടുന്ന ക്രിസ്ത്യാനിയായിട്ടല്ല, പ്രതികൂലത്തെ ധൈര്യത്തോടെ നേരിടുന്നവരായി മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്മരണ പുസ്തകത്തെക്കുറിച്ച് പഠിക്കുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡി മലയാളം .org വേണ്ടി ഇത് സംസാരിച്ചത്